AM ഡീമോഡുലേറ്റർ. മറ്റൊരു പേരാണ് ഡയോഡ് ഡിറ്റക്ടർ. രണ്ട് ഓപ്പറേഷനാണ് ഇവിടെ നടക്കുക പ്രധാനമായും. ദ പ്രോസസ് ഇൻവോൾവ്സ് ടു ഓപ്പറേഷൻസ്. ഫസ്റ്റ്, റെക്ടിഫിക്കേഷൻ ഓഫ് ദി മോഡുലേറ്റഡ് വേവ്. സെക്കൻഡ് വൺ, എലിമിനേഷൻ ഓഫ് RF കമ്പോണന്റ് ഓഫ് ദി വേവ്. നമ്മൾ കണ്ടു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചപ്പോൾ മെസ്സേജ് സിഗ്നലിനെ ക്യാരിയർ സിഗ്നലിൻ്റെ കൂടെ ചേർത്ത് അയച്ചു, സൂപ്പർ ഇമ്പോസ് ചെയ്ത് അയച്ചു. അപ്പോൾ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുത്തി നമുക്ക് കിട്ടിയതൊരു AM വേവാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത വേവ്, AM വേവ്. അപ്പോൾ ഇതിൽ നമ്മളൊരു അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് മാത്രം, അപ്പർ സൈഡ് ബാൻഡ് എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇങ്ങനെ ഇപ്രകാരം നമ്മളൊരു അപ്പർ സൈഡ് ബാൻഡ് എടുത്താലും അതിൽ എന്തുണ്ടാവും, RF ക്യാരിയർ കൂടി അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ RF ക്യാരിയറിനെ ചേർത്ത അല്ലെങ്കിൽ RF സിഗ്നലിനെ നേരെ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ചൊന്നുമല്ല, അവിടെ റിസൾട്ട് ഇല്ല, നോ റെസ്പോണ്ടാണ്. അപ്പം നോ റെസ്പോൺസ് ആയതുകൊണ്ട് ഈ RF സിഗ്നലിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം ഓഡിയോ സിഗ്നലിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അപ്പോൾ ക്യാരിയറിന് പൂർണ്ണമായും എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ക്യാരിയർ എന്ന് പറയുന്നത് AM വേവിൽ അടങ്ങിയിരിക്കുന്ന RF കമ്പോണന്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടു, റെക്ടിഫൈ ചെയ്തു. അപ്പോൾ ഒരു സൈഡ് ബാൻഡിനെ മാത്രം നമ്മൾ റെക്ടിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് RF കമ്പോണന്റ് ഓഫ് ദി വേവ്. അപ്പോൾ ഈ വേവിൽ അടങ്ങിയിരിക്കുന്ന RF കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇതിനുവേണ്ടി നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക്, ഡയോഡ് ഡിറ്റക്ഷൻ്റെ മറ്റൊരു പേരാണ് എൻവലപ്പ് ഡിറ്റക്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക. Diode detection is also known as envelope detector. It is called envelope detector because it recovers the AF signal envelope from the modulated waveform. മോഡുലേഷൻ ചെയ്ത വേവിൽ നിന്നും AF സിഗ്നൽ എൻവലപ്പിനെ റിക്കവർ ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എൻവലപ്പ് ഡിറ്റക്ടർ. അപ്പോൾ ഡയോഡ് ഡിറ്റക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എൻവലപ്പ് ഡിറ്റക്ടർ. ഇനി നമ്മളിവിടെ നോക്കുക, സർക്യൂട്ട് കണ്ടു. ഈ സർക്യൂട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ്, ഒരു സിഗ്നൽ ഡയോഡാണത്. OA179 ഒരു സിഗ്നൽ ഡയോഡ്. ആ സിഗ്നൽ ഡയോഡിന് ശേഷം ഒരു കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിന് ഒരു ഡിസ്ചാർജിങ് പാത്തായിട്ട് നമ്മൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പർപ്പസ് എന്ന് പറയുന്നത്, കമ്പോണന്റുകളുടെ പർപ്പസ് നമുക്ക് നോക്കാം. ഡയോഡ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഇത് ഓൺ ആകും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, ഓഫ് ആകും. കണ്ടക്ട് ചെയ്യുന്നത് ഡയോഡിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയാസ് ആകുമ്പോൾ അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഡയോഡ് ആക്ട് ചെയ്യുന്നത് റെക്ടിഫയർ ആയിട്ടാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഡയോഡ് ഷോർട്ട് സർക്യൂട്ടായിട്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നു. അത് പ്രകാരം കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ RF ഇൻപുട്ടിൻ്റെ പീക്ക് വോൾട്ടേജിലേക്ക് ചാർജ് ആകുന്നു. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇറ്റ് ടേൺ ഓഫ്. ഡയോഡ് എന്തായിരിക്കും, ഓഫായിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ആ പീക്കിലെത്തിയ കപ്പാസിറ്റർ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് പാത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഈ വേവിൽ അടങ്ങിയിരിക്കുന്ന RF കമ്പോണന്റിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ദ RF റിപ്പിൾസ് ഇൻ ദ സർക്യൂട്ട് മസ്റ്റ് ബി ഫിൽട്ടേഡ് അവേ. അപ്പോൾ കപ്പാസിറ്ററിൽ എന്തുകൂടി നടന്നു, RF എലിമിനേഷൻ കൂടി നടന്നു. അപ്പോൾ ഇതാണ് ഈ AM ഡീമോഡുലേറ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇപ്രകാരം രണ്ട് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരു വേവ് മാത്രം, അതായത് അപ്പർ സൈഡ് ബാൻഡ്, ഒരു AM വേവിൻ്റെ അപ്പർ സൈഡ് ബാൻഡ് മാത്രം നമ്മൾ എടുത്തു, അതിനെ റെക്ടിഫൈ ചെയ്തെടുത്തു. ആ റെക്ടിഫൈ ചെയ്ത വേവ് എന്ന് പറയുന്നത് AM വേവാണ്.
അപ്പോൾ ആ AM വേവിൽ RF കമ്പോണൻറ്റുകളുണ്ട്, RF ക്യാരിയറുണ്ട്. ആ RF ക്യാരിയറിനെ, RF സിഗ്നലിനെ, റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എവിടെ നടക്കുന്നു? കപ്പാസിറ്ററിൽ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് തന്നെ കിട്ടി? എന്താണോ അവിടെ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ മൈക്കിലൂടെ കൊടുത്ത ഓഡിയോ സിഗ്നൽ, അതിനെ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇതാണ് ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇത്രയാണ് ആ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പഠിച്ചു. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ഡേറ്റ, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മോഡുലേഷൻ എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. മോഡുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിങ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. അതാണ് ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടത്. മോഡുലേഷൻ എന്ന പ്രോസസ് എന്താണ്? സൂപ്പർ ഇമ്പോസിങ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കാരിയർ സിഗ്നലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സൂപ്പർ ഇമ്പോസിങ് ചെയ്തു. അതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഡുലേഷൻ. ഏതൊക്കെയാണ് മോഡുലേഷൻ നമ്മൾ പറഞ്ഞത്? AM, FM, PM. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അതാണ് AM, ഫ്രീക്വൻസി മോഡുലേഷൻ FM, ഫേസ് മോഡുലേഷൻ PM നമ്മൾ കണ്ടതാണ്. The process in which the amplitude of the carrier signal is varied according to the instantaneous amplitude of the modulating signal. അതാണ് AM വേവ്. AM എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. ഡെഫിനിഷൻ പഠിക്കുക. ദ പ്രോസസ് ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ഈസ് വേരിയഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. The process in which the frequency of the carrier wave is varied according to the amplitude of the modulating signal is called frequency modulation. മെസ്സേജ് സിഗ്നലിന്റെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. തേർഡ് വൺ, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ഫേസിൽ മാറ്റം വരുന്നതാണ് ഫേസ് മോഡുലേഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് ദ ഫേസ് ഓഫ് ദി കാരിയർ വേവ് ഈസ് വേരിയഡ് അക്കോർഡിംഗ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഈസ് കോൾഡ് ഫേസ് മോഡുലേഷൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് ഡീമോഡുലേഷൻ. Demodulation is the process of extracting the modulating signal from the modulated wave. Demodulation എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നലിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതായത് AM വേവ് ആണ് വരുന്നത്. ആ AM വേവ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കാരിയർ സിഗ്നലും ഉണ്ട്, നമുക്ക് ആവശ്യം വേണ്ട മെസ്സേജ് സിഗ്നലും ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് സിഗ്നലിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം ഞാനിതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നോട്ട് കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ റേഡിയോ കമ്മ്യൂണിക്കേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.